ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചായയും കാപ്പിയും. സോ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ബിക്കോസ് മൈ വെക്കേഷൻ സ്റ്റാർട്ട്സ്. സോ നമ്മളൊരു ട്രിപ്പ് പോകാൻ പോവാണ്. സോ ഫസ്റ്റ് ഞാൻ പോകാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആളെ കാണാനും ആളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഐ തോട്ട് ഓഫ് ടേക്കിംഗ് യു ഓൾ, നിങ്ങൾ എല്ലാവരെയും കൊണ്ട് നമുക്ക് ഒന്നിച്ച് പോയിട്ട് വരാം. ഓക്കെ, സോ എനിക്ക് 8:45 ട്രെയിന്. നൗ ഇറ്റ്സ് ഓൾമോസ്റ്റ് 6:45. കുറച്ച് നേരത്തെ ഇറങ്ങിയെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുള്ളൂ. കാരണം ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് ഇപ്പോൾ ഭയങ്കര അൺപ്രഡിക്റ്റബിളാണ്. ഇന്നലൊക്കെ ഭയങ്കര മഴ, വാട്ടർ ലോഗിങ് എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങാം. 1 hour നേരത്തെ അവിടെ എത്തിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ എൻജോയ് ദിസ് വീഡിയോ. അങ്ങനെ ഒരു 15 minutes കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഓട്ടോ കിട്ടിയത്. തന്നെ ആരും ആക്സെപ്റ്റ് ചെയ്യണ്ടായിരുന്നില്ല. അവസാനം കിട്ടിയ ഓട്ടോയും എടുത്തിട്ട് ഞാൻ നേരെ പുറപ്പെട്ടു റെയിൽവേ സ്റ്റേഷനിലേക്ക്. എനിക്കറിയാം നല്ല ട്രാഫിക് കിട്ടാൻ പോകുന്നുണ്ട് പറഞ്ഞിട്ട്, പക്ഷേ ഫിംഗേഴ്സ് ക്രോസ്ഡ് ട്രെയിൻ മിസ്സാകരുത് എന്ന് പറഞ്ഞിട്ട് രണ്ടും കൽപ്പിച്ചിരുന്നു. പിന്നെ എനിക്ക് ഈയിടെയായിട്ട് ഭയങ്കര അലർജി ആയതുകൊണ്ട് മാസ്ക് ഇടാതെ എനിക്ക് ബാംഗ്ലൂർ പുറത്തേ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു കല്യാൺ നഗർ വരെയൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഭയങ്കര ട്രാഫിക്കായിരുന്നു. എനിക്ക് ബാനസ്വാടിയിലായിരുന്നു പോകേണ്ടിരുന്നത് റെയിൽവേ സ്റ്റേഷൻ. നല്ല ട്രാഫിക് എന്ന് പറഞ്ഞല്ലേ. പിന്നെ എന്നെക്കാളും ധൃതി എൻ്റെ ഓട്ടോ ഡ്രൈവറിനായി. പിന്നെ അയാൾ 2 വീലർ എടുക്കണ പോലൊക്കെ എടുത്തെടുത്ത് ഒരു വിധത്തിൽ എന്നെ ടൈമിന് കൊണ്ടുപോയി എത്തിച്ചു വിട്ടാൽ. ഫൈനലി റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറച്ച് നേരത്തെ തന്നെ എത്തിയത്, അതുകൊണ്ട് സമാധാനമായിട്ട് ഇരുന്നു ട്രെയിൻ വരുന്നവരെ. ഇത് കണ്ണൂർ എക്സ്പ്രസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ നിറയെ മലയാളീസായിരുന്നു. കുറേ പേരിങ്ങനെ, ആദ്യം കുറച്ച് പേരായിരുന്നു, പിന്നെ കുറേ പേരായിട്ട് വരാൻ തുടങ്ങി. അപ്പോൾ കൊതുക് കടിയൊക്കെ കൊണ്ട് ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഫൈനലി ട്രെയിനിൻ്റെ ഉള്ളിലെത്തി. ഞാൻ എത്തിയ പാടെ എന്ത് ചെയ്യുന്നറിയാം, സൈഡ് അപ്പറാണ് എപ്പോഴും എടുക്കുക. എത്തിയ പാടെ ഞാൻ എനിക്കുള്ളതൊക്കെ വിരിച്ച് പുതച്ച് നേരത്തെ തന്നെ കയറി കിടക്കും. അതാണ് ഞാൻ എപ്പോഴും ട്രെയിനിൽ ചെയ്യുക. ഇന്നും അത് തന്നെ ചെയ്തത്. തൊട്ടടുത്തൊക്കെ ഫുൾ ഫാമിലീസൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ടെൻഷനൊന്നും ഇല്ലാതെ സുഖമായി കിടന്നുറങ്ങാൻ പറ്റും. ഇപ്പം ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട് പുലർച്ചെ. അപ്പോൾ കോയമ്പത്തൂർ എത്താറായി. അപ്പം ഞാൻ അലാം വെച്ച് എണീറ്റതാണ്. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ പാലക്കാട് പോയി ഇറങ്ങേണ്ടി വരും. സുഖി പിന്നെ പാലക്കാട് വരേണ്ടി വരും എന്നെ പിക്ക് ചെയ്യണമെങ്കിൽ. സോ ഞാൻ കുറച്ച് നേരത്തെ അലാം വെച്ച് എണീറ്റു. ആരും എണീറ്റില്ല, എല്ലാവരും ഉറങ്ങുന്നുണ്ട്. ഒക്കെ കേരളത്തേക്കുള്ള ആൾക്കാരാണ്. ഞാൻ കോയമ്പത്തൂർ ആയതുകൊണ്ട് ഞാൻ വേഗം എണീറ്റു. ഇറങ്ങാൻ വേണ്ടി എല്ലാം റെഡിയായി, ബാഗെല്ലാം എടുത്തിട്ട് വന്ന് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഈയിടെയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ട്രെയിനിൽ നിറയെ യാത്ര ചെയ്യാൻ. ഒറ്റയ്ക്ക് പോവുകയാണെങ്കിലും ഭയങ്കര സേഫാണ്. പ്ലസ് നമുക്ക് വാഷ്റൂം പോകണമെങ്കിലും എല്ലാം ഏറ്റവും കൺവീനിയൻറ്റ് ട്രെയിൻ തന്നെയാണ് ബസ്സിനെ വെച്ച് നോക്കിയാൽ. എൻ്റെ തൊണ്ട നല്ല അടിച്ചു പോയിക്കാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് കേട്ടോ. പക്ഷേ ഇനിയും വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഈ വീഡിയോ ചൂടാറി കഴിഞ്ഞിട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ പറഞ്ഞ് ഞാനിപ്പോൾ കഷ്ടപ്പെട്ട് വോയിസ് ഓവർ കൊടുത്തിട്ട് എടുക്കുന്നുണ്ട്. ക്ഷമിക്കണം. ഓക്കെ, അങ്ങനെ ദേ നമ്മൾ കോയമ്പത്തൂർ എത്തി ഫൈനലി. പക്ഷേ ഇങ്ങനെ ഈ പുലർച്ചെ ഇത്ര ഏർലി മോർണിംഗ് എത്തുന്ന ട്രെയിനിൽ ഞാൻ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട്. കാരണം 3 മണിക്കൊന്നും ഞാൻ ഇതിന് മുന്നേ എത്തിയിട്ടില്ല. ഒരു 6 ഒക്കെ ആകുമ്പോഴേ എത്താറ്. ഇത് വേറെ ഏതോ ട്രെയിനാണ് തോന്നുന്നു. സീറ്റ് ഉള്ളത് നോക്കി എടുത്തു. അങ്ങനെ എനിക്ക് ട്രെയിനിൽ കയറുന്നതും ഇറങ്ങുന്നതും മാത്രം കുറച്ച് ടെൻഷനാണ് കേട്ടോ. എനിക്ക് കാലതിൻ്റെ ഗ്യാപ്പിൽ പോവോ, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങുമ്പോഴത്തേന് ട്രെയിൻ എടുക്കുമോ, അങ്ങനെയുള്ള കുറേ മണ്ടത്തരങ്ങളായ പേടികളുണ്ട് എനിക്ക്. അറിയാം അങ്ങനെയൊന്നും ആവില്ല, ഒരു 5 മിനിറ്റെങ്കിലും നിർത്തുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര വെപ്രാളാണ്. ദേ വരുന്നു എൻ്റെ സ്പെഷ്യൽ പേഴ്സൺ. സോ ഇതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഒരു ലേറ്റ് നൈറ്റ് അല്ല, ഏർലി മോർണിംഗ് ഡ്രൈവ് പോയി. ഇത് ഏതൊരു പുതിയ ബ്രിഡ്ജാണ് അത്രേ, പൊള്ളാച്ചി പോണ വഴിക്കുള്ള. അപ്പോൾ ഇനോഗ്രേഷൻ ഇപ്പോൾ അടുത്തായിരുന്നു പറഞ്ഞു. അപ്പോൾ സുഖി ഞാനും ചുമ്മാ ഒന്ന് അങ്ങനെ ഒരു റൗണ്ട് പോയി തിരിച്ച് നേരെ പിന്നെ റൂമിൽ പോയി. റൂമിൽ അവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അയാളെ കാണാൻ ഞാനും ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു. ഇനി അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇത് കാണാൻ വേണ്ടി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ തോന്നും. ഇപ്പം ഞങ്ങൾ സുഖിൻ്റെ സിസ്റ്ററിൻ്റെ റൂമിലാണ് വന്നേക്കണത് കോയമ്പത്തൂരിൽ. അവൾ നല്ല ഉറക്കത്തിലാണ്, അവളിനൊന്നും എണീപ്പിച്ചില്ല.
ഇവിടെ ഒരാൾ എൻ്റെ സ്മെല്ല് കിട്ടിയിട്ട് എന്നെ കണ്ടിട്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ദിസ് ഈസ് സംതിങ് ബിഗ് ഫോർ മീ. ലൈക്ക് എല്ലാ പെറ്റ് പാരൻസിനും അങ്ങനെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നു. അവർ നമ്മളെ കാണുമ്പോൾ കാണിക്കുന്ന ആ സന്തോഷമില്ലേ, അത് ഭയങ്കര പ്രൈസ്ലെസ് ആണ് കേട്ടോ. ഞാൻ ഇത് കിട്ടാൻ വേണ്ടിയിട്ടേ ഇവൻ്റെ അടുത്ത് പിരിഞ്ഞിരിക്കാൻ റെഡിയാ. അപ്പോൾ വരുമ്പോൾ ഈ സന്തോഷം കാണാമല്ലോ. അവൻ തിരയെ ഞാൻ എപ്പോൾ വരുമ്പോഴും അവൻ എന്തെങ്കിലും ട്രീറ്റ് കൊണ്ടുവരും. ഇത്തവണ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വാങ്ങിക്കാൻ. പിന്നെ ഞാൻ ഇവിടെ കോയമ്പത്തൂർ വന്നിട്ടാണ് അവന് വാങ്ങിച്ചു കൊടുത്തത്. അവൻ ഫുൾ എൻ്റെ ബാഗ് പോയി സ്മെൽ ചെയ്യും ആദ്യമേ, എന്താ കൊണ്ടുവന്നുള്ള പറഞ്ഞിട്ട്. സോ ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഒരു സ്പെഷ്യൽ പേഴ്സണെ കാണാൻ വേണ്ടി വരുന്നത്, ഇതായിരുന്നു സ്പെഷ്യൽ പേഴ്സൺ. ഓക്കെ, ഇപ്പം ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാണ്. അത് അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മാത്രം കാണിക്കാം, അതുകൊണ്ട് ചുമ്മാ പറയണമൊന്നുമില്ല. വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് വീഡിയോ എടുത്തിട്ട് കാണിക്കാം. ഓക്കെ, സോ വി ആർ ഇൻ നമ്മ കോയമ്പത്തൂർ അല്ലേ, അങ്ങനല്ലേ പറയാ? അത് നമ്മ ബാംഗ്ലൂരല്ലേ? കോയമ്പത്തൂരിന് എന്താ പറയാ? നമ്മ ഊര് കോയമ്പത്തൂരാ. ആ, ഏൻ ഊര് കോയമ്പത്തൂർ, നമ്മ കന്നഡയാണ്. ഏൻ ഊര് കോയമ്പത്തൂർ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ RS പുരം പോവാണ് ഗൈസ്. RS പുരം. ഓക്കെ, പോയിട്ട് നോക്കട്ടെ. വീഡിയോ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ വീഡിയോ എടുക്കാം. ഓക്കെ. പിന്നെ ആക്ച്വലി ഞാൻ കോയമ്പത്തൂർ പോയതിന് വേറൊരു പേർപ്പസും കൂടി ഉണ്ട് കേട്ടോ. ട്രിപ്പ് മാത്രമല്ല, എനിക്ക് അലർജി ഒരു 1 year ആയിട്ട് കുറച്ച് കൂടുതലാണ്, തുമ്മലും അങ്ങനെയൊക്കെ. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് നമ്മളൊരു CT സ്കാൻ എടുക്കാൻ വേണ്ടി വന്നതാണ്. സൈനസ് ആണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. നല്ല ടെൻഷനായിരുന്നു എനിക്ക്. ഞാൻ ബയോമെഡിക്കൽ എഞ്ചിനീയറൊക്കെ ആയിരുന്നെങ്കിൽ കൂടിയും എനിക്ക് ഈ CT സ്കാൻ MRI എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പേടിയുള്ള സംഭവമാണ്. എനിക്കെന്തോ അതിൻ്റെ ഉള്ളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര പേടി. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുപോയില്ലേ, അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാവും. അതുകൊണ്ട് തന്നെ സുഖീനെ ഞാൻ ഉള്ളിലേ കൊണ്ടുപോയി ഇരുത്തി, എനിക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട്. ഒരു 1 hourൻ്റെ ഉള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടും പറഞ്ഞു. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ റിസൾട്ട് കിട്ടിയപ്പോഴാണ് സമാധാനമായത്. സൈനസ് ഒന്നുമേ ഇല്ല, അലർജിയാണ്. ഡസ്റ്റ്, പോളൻസ്, പെറ്റ്സിൻ്റെ ഹെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അകന്ന് നിൽക്കാൻ പറഞ്ഞു. പക്ഷേ ഈ ഒരു ക്യൂട്ട് സാധനത്തിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെ അകന്ന് നിൽക്കും അറിയില്ല. ബട്ട് ഐ ഹാവ് ടു ട്രൈ. പിന്നെ അന്ന് വൈകുന്നേരം ഞങ്ങൾ 3 പേരും കൂടെ വാക്കിങ്ങിന് പോയി കോയമ്പത്തൂർ. പിന്നെ ഞങ്ങൾ സ്നാക്സൊക്കെ കഴിച്ചു. ചുമ്മാ കുറച്ച് നേരം വാക്കിങ് ചെയ്തു, ഒരു 1 to 2 kilometers. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി ഫങ്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഒരു ഫ്രണ്ടിൻ്റെ അവിടെ. സോ അത് ഞാൻ ഫുള്ളൊന്നും കവർ ചെയ്തില്ല, ചുമ്മാ ഒരു ഗ്ലിംസ് പോലെ കാണിച്ചു. ഒരു ട്രിപ്പിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാത്തിൻ്റെയും ഒരു സമ്മറിയാണ് ഈ വീഡിയോ. ഓക്കെ, ഇതാണ് മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട്. ഇതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മളെല്ലാവരും കൂടെ, കസിൻസ് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തത്. സോ ഇതൊരു കസിൻസ് ട്രിപ്പാണ്. ലൊക്കേഷനെല്ലാം നമ്മൾ ലാസ്റ്റ് മിനിറ്റാണ് ഡിസൈഡ് ചെയ്തത്. നമുക്ക് എപ്പോൾ കൺഫ്യൂഷൻ വന്നാലും തീരുമാനിക്കുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട്, അതാണ് കൊടൈക്കനാൽ. ഞങ്ങൾ ഹിൽ സ്റ്റേഷനിലുള്ളവരാണെങ്കിൽ കൂടിയും ഞങ്ങൾക്ക് കൊടൈക്കനാലുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. എവിടെ ആദ്യം മൂന്നാർ പോകാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു. പിന്നെ കേരളം ഇപ്പോൾ കുറച്ച് റെഡ് അലേർട്ടൊക്കെ അല്ലേ പറഞ്ഞു. അപ്പോൾ ശരി, അപ്പോൾ പിന്നെ കോയമ്പത്തൂരൊക്കെ നല്ല ചൂട്, അപ്പോൾ എല്ലാവരും പറഞ്ഞ് തണുപ്പുള്ള എവിടെയെങ്കിലും പോകാൻ പറഞ്ഞ് പിന്നെ ഊട്ടി ആക്കേണ്ട, അത് നമ്മളെ വീട് തന്നെയല്ലേ പറഞ്ഞിട്ട് നേരെ കൊടൈക്കനാൽ വിട്ടു. കൊടൈക്കനാൽ അടിപൊളി ക്ലൈമറ്റായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് റെയിനിങ് ആയിരുന്നു, മിസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് സണ്ണി ആകും. നമ്മൾ മെയിനായി പോയേക്കണത് നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ ഇയർലി വൺസ് മാൻഡേറ്ററി പോലെ നമ്മളത് ചെയ്യും. അത് ചിലപ്പോൾ ഇയർലി ട്വൈസ് ഒക്കെ ആയിട്ട് മാറും കേട്ടോ, അത് പറയാൻ പറ്റില്ല. പക്ഷേ ഇയർലി മിനിമം വൺസ് നമ്മൾ എന്തായാലും പോകും. നമ്മൾ ജസ്റ്റ് നമുക്ക് ഭയങ്കര റിലാക്സേഷനാണ്. ഞങ്ങളെ ഒരു ഫ്രണ്ട്സ് ട്രിപ്പ് പോലെയാണ് ഞങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. വി ആർ മോർ ലൈക്ക് ഫ്രണ്ട്സ് ദാൻ കസിൻസ്. സോ ഞങ്ങൾ ഫുൾ ഡാൻസ്, പാട്ട്, പിന്നെ നല്ല ഫുഡ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് അടിപൊളി ഫുഡ് ഉണ്ടാക്കി തരും. ഇതൊക്കെ ആയിട്ട് ഇത് കുറേ കോമഡിയൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുറേ ദിവസത്തെ വീഡിയോസാണ് കേട്ടോ, ഒരു 10 days ആണ്
ആ 10 ഡേയ്സിൻ്റെ കുറച്ച് ഗ്ലിംസസ് ആണ് ഞാൻ ഈ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുള്ളത്. യു ക്യാൻ സീ ഹൗ ഹാപ്പി വി ആർ വെൻ വി ആർ ടുഗെദർ. ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണെങ്കിൽ ഭയങ്കര ഹാപ്പി. അത് ഞങ്ങളുടെ പാരൻസ് എല്ലാവരും പറയും, ഒരാൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ എല്ലാവരും കൂടെ പ്ലാൻ ആക്കും, എല്ലാവരും കൂടെ പോകും. അപ്പോൾ ഒന്നെങ്കിൽ ആരുടെയെങ്കിലും വീട്ടിൽ, ഒന്നെങ്കിൽ മഞ്ചൂർ അല്ലെങ്കിൽ കോയമ്പത്തൂർ അല്ലെങ്കിൽ കൊടൈക്കനാൽ, നമുക്ക് ഒരാളോ രണ്ടാളോ ലീവിന് വരുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. എല്ലാവരും കൂടെ കൂടാനും ജസ്റ്റ് വർത്താനം പറയുക, പാട്ട്, ഡാൻസ്, ഫണ്ണ്, അതൊക്കെ. ഇത് എൻ്റെ ഒരു സോളോ പെർഫോമൻസ് ആണ് ഗൈസ്. എനിക്ക് ഡാൻസ് അറിയില്ല, ഫസ്റ്റ് ഡിസ്ക്ലൈമർ പറയാം, ഡാൻസേ അറിയില്ല. ഞാൻ എൻ്റെ നിഴൽ നോക്കി ഡാൻസ് കളിക്കുകയാണ്. അത് ഇവരെല്ലാവരും എൻ്റെ വീഡിയോ എടുത്തിട്ടിരിക്കുന്നുണ്ട്. സോ ഫണ്ണി. നമ്മൾ ഉള്ളിൽ നിന്ന് ഹാപ്പി ആകുമ്പോൾ ഇല്ലേ, നമുക്കപ്പോൾ സറൗണ്ടിങ്സ് ഒന്നും ബോധേഡ് ആകില്ല, നമ്മളപ്പോൾ ഭയങ്കര ഹാപ്പി ആവും. സോ ഇത് ഞാൻ കുറേ സ്ട്രെസ്സും ലോൺലിനെസ്സും ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ ആൾക്കാരുടെ കൂടെ കൂടിയപ്പോൾ ഉള്ള എൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. ഓക്കെ, ഞാൻ സന്തോഷിക്കുന്നതാണിത്. അപ്പോൾ അത് എനിക്ക് വിത്തൗട്ട് എനി ഫിൽറ്റർ ഐ വോണ്ട് ടു ഷോ ടു യു ഗൈസ്. അത്ര തന്നെ. നമ്മളിപ്പോൾ വ്ളോഗ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് ലൈക്ക് റിയൽ ലൈഫാണല്ലോ അല്ലേ. സോ അതിലിപ്പോൾ എന്തിനാ കുറേ മറച്ചൊക്കെ വെക്കുന്നത്? ഇതൊക്കെ ഫുൾ ഫണ്ണാണ്. എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്യണം. ഒന്നാമത് എനിക്ക് തമിഴ് സോങ്സിൻ്റെ ഓരോ ലിറിക്സും അറിയില്ല. പിന്നെ ഓൾഡ് സോങ്സ് ആണെങ്കിൽ ഒന്നിൻ്റെ മീനിങ് അറിയില്ല. സ്റ്റാർട്ടിങ് മ്യൂസിക് കേട്ടാൽ ഏത് സോങ് എന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിറയെ മണ്ടത്തരങ്ങൾ കാണിക്കും, കുറേ മിസ് മാച്ചിങ് സ്റ്റെപ്സ് കാണിക്കും. ഇവരെൻ്റെ അടുത്ത് എന്തോ ചെയ്യാൻ പറഞ്ഞു, ഞാനത് ഉൾട്ടാ ചെയ്തു. ആക്ച്വലി ഇവർ സുഗീനെ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞത്, എൻ്റെ അടുത്ത് മുന്നേ വന്ന് പറഞ്ഞത് നമുക്ക് സുഹൃതനെ വെച്ച് ചെയ്യാം. ഞാൻ രണ്ടും കൂടെ കൺഫ്യൂഷനായി, ഞാൻ സുഹൃതനെ വെച്ച് ചെയ്തു. കാരണം എനിക്ക് മീനിങ് അറിയില്ല, ഇത് ഭർത്താവിനെ വെച്ചിട്ട് ചെയ്യേണ്ട പാട്ടൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ കുറേ ഫണ്ണ്. എന്ത് ചെയ്യാനാ, നല്ല രസം. നമ്മളിത് ഇവിടെ നിഷുവിൻ്റെ കാർ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഇതിനകത്താണ് സോങ് വെച്ചിട്ട്. അപ്പം നമ്മളിൽ 2 സ്പീക്കറൊക്കെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ സൗണ്ട് ഇനിയും നന്നായി ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇതിവിടെ കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ സോങ്ങിനാണ് ഡാൻസ് കളിക്കുന്നത്. ശരിക്കും ക്യാമ്പ് ഫയർ ചെയ്യാൻ പ്ലാൻ ആയിരുന്നു, പക്ഷെ നല്ല മഴ പെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ക്യാമ്പ് ഫയർ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. സോ നമ്മൾ ശരി ഇങ്ങനെ ഫണ്ണാക്കാം. അങ്ങനെ ഇതൊക്കെ ഓരോ മെമ്മറീസ്. പക്ഷെ എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ മെമ്മറീസ് ഉണ്ടാക്കും. അതാണ്. എല്ലാം ഒന്നും കാണിക്കാൻ പറ്റില്ല. ഞാൻ കുറച്ചേ കാണിക്കുന്നുള്ളൂ. ഫിൽറ്റേർഡ് സംഭവങ്ങളൊന്നുമേ കാണിക്കില്ല. ഓക്കെ, ദാറ്റ് ആർ അവർ ലൈക്ക് ഞങ്ങളുടെ പ്രൈവസിയാണത്. സോ അതൊക്കെ ഞങ്ങൾക്ക് ഓർത്ത് വയ്ക്കാനുള്ള മെമ്മറി ആയിട്ടിരുന്നാൽ മതി. ഇതൊക്കെ ചുമ്മാ കുറച്ച് കോപ്രായങ്ങളും കുറച്ച് ഇതൊക്കെ എൻ്റർടൈൻമെൻറ്റ് പോലെ തോന്നിയത് കൊണ്ട് ഞാൻ ഇടുന്നുണ്ട്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. പിന്നെ കൊടൈ ട്രിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും സുഖിയും നേരെ മഞ്ചൂർ പോയി. കുറച്ച് ദിവസം മഞ്ചൂർ ഇരിക്കാൻ വേണ്ടിയിട്ട് പോയി. സോ മഞ്ചൂർ പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല. ഇറ്റ് വാസ് ലൈക്ക് ഹോം. നമ്മളിങ്ങനെ വെറുതെ ചിൽ ചെയ്യുക വീട്ടിൽ. പിന്നെ വെറുതെ ഇരിക്കുകയായിരുന്നില്ല, കുറച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറേ പോയി. കുറച്ച് ആൾക്കാരൊക്കെ മീറ്റ് ചെയ്യാനും വിസിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. അതുകൊണ്ട് തന്നെ മഞ്ചൂരത്ത് അധികം ഗ്ലിംസസ് ഒന്നും ഇല്ല, കുറച്ചുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലിയിൽ ഒരു പുതിയ ഷിറ്റ്സും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. ചെറിയച്ഛൻ്റെ മോൻ എടുത്തിട്ടുണ്ട്, സജു. അവളുടെ പേര് റൂഫി എന്നാണ്. ഷീസ് ജസ്റ്റ് 4 months. ഓക്കെ, അപ്പോൾ അവളിനെ സോറോനെ ഫ്രണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവള് സോറോന് ബൗബൗ പറയും. സോറോ ഫുൾ പേടി, ഭയങ്കര പേടി. എന്താണെന്നറിയില്ല. അവൾ കുഞ്ഞല്ലേ, 4 months ആയിട്ടുള്ളൂ. സോറോ 3 years ആയി. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതുപോലെ മീറ്റ് ചെയ്യിച്ച് കഴിഞ്ഞാൽ ഇവർ സെറ്റ് ആയിക്കോളും. അല്ലെങ്കിൽ 1-2 ദിവസം ഒന്നിച്ച് സ്റ്റേ ചെയ്താൽ ശരിയാകും. അപ്പോൾ ഇവരിഞ്ഞ് വലുതായി കഴിഞ്ഞ് ഇവർ സെറ്റ് ആകുമല്ലോ, അപ്പം നമുക്ക് കാണാം ഈ ഒരു വീഡിയോ. കോമഡിയാണ്. രണ്ടുപേരും നല്ല സിമിലർ ആയിട്ടുണ്ട്. കളർ ഷെയ്ഡൊക്കെ കുറച്ച് ഡിഫറൻസേ ഉള്ളൂ. സോറോ സാധാരണ എല്ലാ ഡോഗ്സിനെയും പേടിപ്പിക്കുന്ന ആളാണ് കേട്ടോ. അവൻ പേടിച്ചിരിക്കുന്നത് ഈ ഒരു പെണ്ണിൻ്റെ അടുത്ത്, റൂഫിൻ്റെ അടുത്ത് മാത്രമാണ്. അവന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അടുത്ത് വെക്കുമ്പോൾ തള്ളി മാറ്റും. എന്ത് സോറോ അവളെ തട്ടി വിടുന്നുണ്ട് നീ.
റൂഫി നോക്ക് സോറ നിന്റെ കാല് വെച്ച് തട്ടിട്ട് നീങ്ങിപ്പോ അതാ 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 നോക്ക് ഒരു കാല് പൊക്കിട്ട്. സോ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് ഷോർട്ടായിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഇതാണ് ഞങ്ങളുടെ മാരേജ് നടന്ന ടെമ്പിൾ, അണ്ണാമലൈ മുരുകൻ കോവിൽ. ഇത് മഞ്ചൂരിൻ്റെ അടുത്ത് തന്നെയാണ്. സോ ഇവിടെ വെച്ചിട്ടായിരുന്നു 5 years ബാക്ക് വി ഗോട്ട് മാരീഡ്. സോ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ഒന്നിച്ചുള്ളപ്പോൾ ഇവിടെ ഒരു തവണയെങ്കിലും പോകാൻ തോന്നുന്നു ഞങ്ങൾക്ക്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് എ ടെമ്പിൾ, ഇറ്റ്സ് ലൈക്ക് വെരി പീസ്ഫുൾ പ്ലേസ്. ഒരു മൗണ്ടൻ ടോപ്പിലാണ്. ഭയങ്കര പീസ് കിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ. നമുക്ക് അവിടെ വെറുതെ ഇരുന്നാൽ മതി. നല്ലൊരു മനസ്സിന് എന്തൊക്കെയോ നമുക്ക്, ഞാനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാണ്ടേ കരയും. അപ്പോൾ നമുക്ക് എന്തൊക്കെയോ ഭാരങ്ങൾ ഇറങ്ങിയ പോലെ. പിന്നെ ഭയങ്കര വ്യൂ ആണ് കേട്ടോ, അത് പറയാതെ വയ്യ. അങ്ങനെ 360 വ്യൂ ആണ്. സൂപ്പറാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഊട്ടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ടെമ്പിളിൽ വരിക. കുറേ പേരൊക്കെ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാണ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയണു. താങ്ക് യു, ലവ് യു ഓൾ, ബൈ.